സുരേഷ് ഗോപി ചെയ്താൽ എന്തും കുറ്റം, ബാക്കിയുള്ളവർക്ക് എന്തുമാകാം. ഒരു പരിധിവരെ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാകുന്ന വലിയ ആക്രമണങ്ങളിൽ അതേ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ ഇന്നലെ നടന്ന കുരുത്തോല പ്രദർശനവുമായി ഓശാന ഞായർ ആഘോഷവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി പള്ളിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും കുരുത്തോല പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു, ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ്. സുരേഷ് ഗോപിക്കെതിരെ കടന്നാക്രമണം തന്നെയാണ് ഉണ്ടാകുന്നത്. സുരേഷ് ഗോപി ഒരു നാടകം കളിക്കുകയാണെന്നും നടനാണെന്നും ഇതെല്ലാം വ്യാജമാണെന്നും എന്ന തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത്. സുരേഷ് ഗോപി പലതരത്തിലും പല കാര്യങ്ങൾ ഇതിനു മുൻപ് ചെയ്തപ്പോഴും സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. മാതാവിന് സ്വർണ്ണ കിരീടം വെച്ചപ്പോഴും അതിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതായത് സുരേഷ് ഗോപി ചെയ്യുന്നതെല്ലാം കുഴപ്പമാണ്, ബാക്കി ആര് ചെയ്താലും യഥാർത്ഥത്തിൽ കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. പക്ഷേ അദ്ദേഹം മാതാവിനോടുള്ള തൻ്റെ സ്നേഹവും മറ്റും നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത്തരത്തിലുള്ള പല വീഡിയോയും നമ്മൾ കണ്ടിരുന്നതാണ്. സമാനമായ ചില കാഴ്ചകൾ മറ്റ് പലയിടത്തും നമ്മൾ ഇന്നലെ കണ്ടു. പ്രത്യേകിച്ച് ഇതാ ശശി തരൂരും സമാനമായ രീതിയിൽ പാളയം പള്ളിയിൽ ഈ കുരുത്തോല പ്രദർശനത്തിൽ പങ്കെടുക്കുകയും കുരുത്തോലയുമായി അദ്ദേഹം നിൽക്കുകയും ചെയ്യുന്ന നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലും ഒപ്പം തന്നെ മറ്റെല്ലാ പ്രചരണ മാർഗങ്ങളിലൂടെയും അദ്ദേഹം പ്രചരിപ്പിച്ചത്. പക്ഷേ ശശി തരൂർ ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ആളുകൾ ലവ് സ്മൈലി ഇട്ടുകൊണ്ടാണ് ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകളിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ സുരേഷ് ഗോപിക്ക് അത് ബാധകമല്ല. സുരേഷ് ഗോപി നടനാകുന്നു, നായകനാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുരേഷ് ഗോപി കള്ളം കാണിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഫലത്തിൽ നടക്കുന്നത്. അതായത് സുരേഷ് ഗോപിയെ മാത്രം കടന്നാക്രമിക്കുകയും ശശി തരൂരിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് അതെന്തൊരു ഇരട്ടത്താപ്പാണ് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കണ്ട കാഴ്ചകളിൽ നിന്ന് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ സുരേഷ് ഗോപി നേരത്തെ അദ്ദേഹം ഒരു തൻ്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എടുത്തിട്ടുള്ള ശശി തരൂരും നിലപാടെടുത്തിട്ടുണ്ട്. ശശി തരൂർ പറയുന്നത് താൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളല്ല, ഹിന്ദു വിശ്വാസിയാണ് എന്നുള്ളതാണ്. അതായത് ഹിന്ദു മതവിശ്വാസിയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് ഹിന്ദു വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കുരുത്തോലയുമായി പള്ളിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു കുഴപ്പമാകാതെ പോവുകയും സുരേഷ് ഗോപി ചെയ്യുമ്പോൾ മാത്രം അതൊരു വോട്ടിന് വേണ്ടിയുള്ള നാടകമാകുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മാതാവിനോടുള്ള തൻ്റെ സ്നേഹവും അടുപ്പവും എല്ലാം, അതായത് ആരാധനയും എല്ലാം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലേലം സിനിമയിൽ എൻ്റെ കുരിശുപള്ളി മാതാവേ എന്ന് വിളിക്കുന്നത് പോലും ഒരു കുരിശുപള്ളി മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പോലും അദ്ദേഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഒരു കോൺവെൻറ്റിലാണ് നിന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം ചടങ്ങുകളിലൊക്കെ ചെറുപ്പം മുതൽ താൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് അതിനോടൊരു ആഭിമുഖ്യം ഉണ്ട് എന്ന് സുരേഷ് ഗോപി ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം സ്വർണ്ണ കിരീടം സമർപ്പിക്കുമ്പോൾ അതും ചെമ്പാണ്. ഇപ്പോൾ സുരേഷ് ഗോപി അറിയപ്പെടുന്നത് ചെമ്പ് ഗോപി എന്നാണ് ഒരു വിഭാഗം ആളുകൾ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ എന്ത് വിശ്വാസവുമാകാം, അതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ സമർപ്പിച്ചാൽ അത് സംശയമാണ്, അത് പ്രശ്നമാണ്. ഏതൊരു ആരാധനാലയത്തിലും അവർക്ക് എന്തെങ്കിലും സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ, വിശ്വാസികളായ ആർക്കും സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശവും അവസരവുമുണ്ട്. അവരാണ് തീരുമാനിക്കേണ്ടത് എത്ര ഗ്രാമിൻ്റെ സ്വർണം സമർപ്പിച്ചു, എത്ര സമർപ്പിക്കണം എന്നൊക്കെയുള്ളത്. അവിടെയും സുരേഷ് ഗോപി മാത്രം ചോദ്യം ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയുമാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ ഭാഗത്ത് നിന്ന് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോഴും സുരേഷ് ഗോപി ഇതിലൊരു വിവാദത്തിൽ സുരേഷ് ഗോപി പെടുത്താതിരിക്കാനുള്ള ശ്രമമാണ് ഔദ്യോഗികമായി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അതിൽ ചില കോൺഗ്രസ് കൗൺസിലർമാരും മറ്റും ഇടപെട്ട് ഇതിൽ പള്ളി കമ്മിറ്റിയുടെ യോഗത്തിൽ ആവശ്യപ്പെടുകയും ഇത് പരിശോധിക്കണമെന്നൊക്കെയുള്ള നിലപാടെടുക്കുകയും ചെയ്തു. പക്ഷേ പള്ളി അതിൽ ഒരു നിശബ്ദത പാലിക്കുന്ന സമീപനമാണ്. ഇത് വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷേ അതിനൊടുവിലും സുരേഷ് ഗോപി ചെമ്പ് ഗോപിയായി അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ കാണുന്ന കാഴ്ച. ശശി തരൂർ വലിയ മതേതര വിശ്വാസിയായി കാണപ്പെടുകയും ചെയ്യുന്നു കുരുത്തോലയുമായി പിടിച്ചു നിൽക്കുമ്പോൾ. ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്
വ്യക്തിപരമായി സുരേഷ് ഗോപി ഒരു BJP-കാരനായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എതിരാളികൾ അത്തരത്തിൽ അക്രമം നടത്തുന്നത്. പക്ഷേ സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹം തൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ വന്ന ഇൻ്റർവ്യൂവിൻ്റെ പോലും കട്ടുകളുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് വിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്നതെന്നും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആരാധനാക്രമങ്ങളെയൊക്കെ അദ്ദേഹം പിന്തുടരുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നതാണ്. മാത്രവുമല്ല അദ്ദേഹം ഏതാണ്ട് എല്ലാ വർഷവും പാലാ ജൂബിലി തിരുനാളിന് പാലാ കുരിശുപള്ളി മാതാവിന് മുന്നിൽ വന്ന് മെഴുകുതിരി കത്തിക്കുന്ന കാഴ്ച നമ്മൾ എത്രയോ കാലങ്ങളായി കണ്ടിട്ടുള്ളതാണ്. അത്തരം ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം പോകുമ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു എന്താ പറയുക ആരാധന ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആരാധന അദ്ദേഹം മുറുകെ പിടിക്കാറുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമില്ല, അദ്ദേഹത്തിന് അങ്ങനെ പിടിച്ചുകൂടെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തുകൂടെ, മതവിശ്വാസത്തെ എന്താ പറയുക അംഗീകരിക്കണം, അതൊരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എതിരെ ഈ കടന്നാക്രമണം ഒരാളുടെ വിശ്വാസത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എത്രത്തോളം ഗുണകരമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ്. ഈ രണ്ട് കാഴ്ചകൾ തമ്മിലുള്ള ഒരു താരതമ്യം യഥാർത്ഥത്തിൽ തൃശ്ശൂരെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇത്തരം നിലപാടുകൾ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുമ്പോഴൊക്കെ തന്നെ ഇപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം രംഗത്ത് വരുന്നത്. തൃശ്ശൂരിൽ കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ അതിനെതിരെ രംഗത്ത് വന്നപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാടല്ല തങ്ങൾക്കുള്ളതെന്ന്, അതായത് അതിൻ്റെ മുഖപത്രത്തിൽ ലേഖനം വന്നപ്പോൾ ആ നിലപാടല്ല തങ്ങൾക്കുള്ളത് എന്ന നിലപാടെടുത്തുകൊണ്ട് തൃശ്ശൂർ രൂപത രംഗത്ത് വന്ന സാഹചര്യവും നമുക്കറിയാം. പാലാ ബിഷപ്പ് ഉൾപ്പെടെ നാർക്കോട്ടിക് ലവ് ജിഹാദ് വിവാദത്തിൽ പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തിനെതിരെ തുടർ നടപടിയും പ്രതിഷേധവും ഒക്കെ പാലാ ബിഷപ്പ് ഹൗസിൽ ഉണ്ടായപ്പോഴും അദ്ദേഹം പാലാ ബിഷപ്പിനെ നേരിട്ട് കണ്ട് തൻ്റെ പിന്തുണ അറിയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതായത് അതൊക്കെ രാഷ്ട്രീയത്തിലുള്ള സമയത്താണ്. പക്ഷേ രാഷ്ട്രീയത്തിലില്ലാത്തപ്പോൾ തന്നെ ചെറുപ്പം തൻ്റെത് എങ്ങനെയായിരുന്നു, തൻ്റെ വിശ്വാസങ്ങൾ എങ്ങനെയാണ്, താൻ എങ്ങനെയാണ് ഈ ക്രൈസ്തവ വിശ്വാസവുമായും മാതാവുമായും ഒക്കെ ഒന്നടുത്തു പോയത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്നത്. അതിലെന്തെങ്കിലും കള്ളമുണ്ട് എന്ന് കരുതാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. പിന്നെ എല്ലാ ദിവസവും സുരേഷ് ഗോപിയുടെ പിന്നാലെ നമ്മൾ ക്യാമറയുമായി പോകുന്നില്ല. സുരേഷ് ഗോപി എപ്പോഴൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു പരിധിവരെ പാലാ കുരിശുപള്ളിക്ക് മുന്നിൽ അദ്ദേഹം മെഴുകുതിരി കത്തിക്കുന്നത് കാലങ്ങളായി കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ, അദ്ദേഹം ഇവിടെയൊക്കെ എന്തൊക്കെ സഹായം ചെയ്യുന്നു എന്നുള്ളത് പോലും പൂർണ്ണമായും പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളല്ല. പല വാർത്തകൾക്ക് പിന്നാലെ നടക്കുന്ന സഹായധനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെത് പുറത്തു പറയാനുള്ളത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഒരു കപടനാണെന്നും കള്ളനാണെന്നും വരുത്തി തീർക്കാനുള്ള വലിയ കടന്നുകൂടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലെന്ന് നിസ്സംശയം പറയാം. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഈ ആക്രമിക്കുന്നവർ പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഫലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായൊരു വികാരം സാധാരണ മനുഷ്യർക്കിടയിൽ, പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഒറ്റതിരിഞ്ഞുള്ള അക്രമമാണ്. ഇപ്പോൾ തൃശ്ശൂരുണ്ടാകുന്ന മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും അത്തരം അക്രമങ്ങളില്ല. ഈ പള്ളികളിൽ വിശേഷ ദിവസങ്ങളിൽ വോട്ട് തേടി എല്ലാ മതസ്ഥരായിട്ടുള്ള വിശ്വാസികളും പോകാറുണ്ട്. എത്ര ക്ഷേത്രങ്ങളിൽ പോയി വോട്ട് തേടുന്നു. തൃശ്ശൂരടക്കം VS സുനിൽകുമാറും അല്ലെങ്കിൽ K മുരളീധരനും ഒക്കെ അവിടെ പൂരങ്ങൾ നടക്കുന്ന സ്ഥലത്തോ അവിടെ അതെല്ലാം സ്വാഭാവികമാണ്. അതിലൊരു കുറ്റവും പറയാനില്ല. അവിടെ തൻ്റെ വിശ്വാസമുള്ള ഒരു കാര്യം താൻ ചെയ്യുന്നു എന്നുള്ളതിൽ. പക്ഷെ സുരേഷ് ഗോപി മാത്രം എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അവിടെയാണ് ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമായൊരു വികാരമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുകൂടി പറഞ്ഞു വരുന്നത്. കാരണം സുരേഷ് ഗോപിയെ മാത്രം ആക്രമിക്കുമ്പോൾ ഇതിൻ്റെ വസ്തുത, സുരേഷ് ഗോപി എത്ര കാലമായി ഈ ആളുകളെല്ലാവരും അരിഭക്ഷണം കഴിക്കുന്നവർ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യുന്നു, സുരേഷ് ഗോപി ഇപ്പോൾ വോട്ടിന് വേണ്ടി മാത്രമാണോ ഈ സഹായധനങ്ങളെല്ലാം ചെയ്യുന്നത് എന്നൊക്കെയുള്ളതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. എത്രയോ വർഷങ്ങളായി അദ്ദേഹം ചെയ്യുകയും എത്രയോ മനുഷ്യർക്ക് ആശ്വാസമാകുകയും ചെയ്തതാണ്. അതെല്ലാം വോട്ടിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിലും എത്രയോ പഴയ ഇൻ്റർവ്യൂകളിൽ സുരേഷ് ഗോപി ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്കൊക്കെ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറയുന്നതാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് വരുമ്പോൾ മാത്രം സുരേഷ് ഗോപി ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് അത് ശരിയായ നടപടിയല്ല, അതൊരു ഒറ്റതിരിഞ്ഞുള്ള അക്രമമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പോലും എത്ര മാന്യമായ നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചു എന്നതും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് കലാമണ്ഡലം ഗോപി തന്നെ മുൻപ് താൻ പത്മശ്രീ സുരേഷ് ഗോപി വഴി ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്ന കാര്യം
ഒരു വിവാദമുണ്ടായി. സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപിയുടെ മകൻ തള്ളിപ്പറയുമ്പോൾ പോലും സുരേഷ് ഗോപി പുറത്തു പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാന്യതയാണ്. ഫലത്തിൽ ഇത്തരം അക്രമങ്ങൾ, സുരേഷ് ഗോപിക്കെതിരായ ഇത്തരം ആക്ഷേപങ്ങൾ സുരേഷ് ഗോപിക്ക് കുറച്ച് വോട്ടുണ്ടാക്കി കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങൾ ഇരിക്കുകയാണ്. അത് കൂടിക്കൂടി വന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ അങ്ങ് ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല.